ഹായ്, എല്ലാവർക്കും കലിംഗ ഡിസൈനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ഇതിനകത്ത് നമ്മൾ 35 ചെസ്റ്റിൻ്റെ കട്ടിങ് വീഡിയോ ആണ് ഇട്ടായിരുന്നത്. അതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കാം. നമ്മളിപ്പോൾ ബാക്ക് സൈഡിൻ്റെ ലൈനിങ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞായിരുന്നു. ലൈനിങ് എല്ലാം സൈഡ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു. കഴുത്തിലും കഴുത്തിങ്ങനെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം കഴുത്തിൻ്റെ അപ്പോൾ നമ്മൾ കഴുത്തിങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞു. ഇതിങ്ങനെ ജോയിൻ്റ് ആക്കി. ഇതുപോലെ തന്നെ ഫ്രണ്ടും കൈയും എല്ലാം ലൈനിങ് ആയിട്ട് ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് നമ്മൾ എടുക്കണം. അതെല്ലാം കാണിച്ചു കഴിഞ്ഞാൽ വീഡിയോ ഒത്തിരി ലോങ് ആയി പോകും. നമ്മുടെ ഇതിന് മുമ്പുള്ള വീഡിയോയിൽ ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഫ്രണ്ട് സൈഡ് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ ബാലൻസ് നിൽക്കുന്ന പീസുകളൊക്കെ വെട്ടിക്കളഞ്ഞു. കാര്യം ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഇത് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തന്നേക്കുന്ന, എന്നാലും ബിഗ്നേഴ്സ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമ്മളിതിങ്ങനെ കംപ്ലീറ്റ് ഇവിടെ വെട്ടിക്കളയാണ്. അടിച്ച് പിടിപ്പിച്ചതിന് ശേഷം ബാലൻസ് വരുന്ന തുണിയെല്ലാം ഇങ്ങനെ നമ്മൾ റെഡിമെയ്ഡ് കുർത്തികൾ അടിച്ച് ഒരു 2016 മുതൽ നമ്മൾ റെഡിമെയ്ഡ് കുർത്തികൾ അടിച്ച് കടകളിലേക്ക് സെയിൽ ചെയ്യുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് കൊറോണയൊക്കെ വന്നതിന് ശേഷം ഞാൻ കുറച്ച് ബ്രേക്ക് ആയിപ്പോയി. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കടകളിൽ നിന്നൊന്നും പൈസ നമുക്ക് കറക്റ്റായിട്ട് കിട്ടാത്തൊരവസ്ഥയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ വേണ്ടാന്ന് വെച്ചതല്ല, കുറച്ച് നിർത്തേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ വന്നപ്പോൾ നമ്മൾ ആ ഒരു ഇത് നിർത്തി. ഇപ്പോൾ രണ്ടാമതും നമ്മൾ റീ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ആരെങ്കിലും അത്യാവശ്യക്കാരുണ്ടെങ്കിൽ നമുക്ക് ഹോൾസെയിൽ റേറ്റിന് നമ്മൾ കുർത്തികളൊക്കെ തരുന്നതായിരിക്കും. നിങ്ങൾക്ക് റീസെല് ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ എൻ്റെ നമ്പർ ഇതിൻ്റെ അടിയിൽ കൊടുത്തേക്കാം, വീഡിയോയുടെ അടിയിൽ. അപ്പം ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് എടുത്ത് വിളിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹോൾസെയിൽ റേറ്റിന് നെയ്റ്റി, ടോപ്പുകൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ അടിക്കുന്നുണ്ട്. അതൊക്കെ തരുന്നതായിരിക്കും. പിന്നെ ഹോൾസെയിൽ അല്ലാണ്ട് റീറ്റെയിലും നമ്മൾ കൊടുക്കുന്നുണ്ട്. നമ്മുടെ ടക്ക് വരുന്ന 1.25 നമ്മൾ മാർക്ക് ചെയ്ത ഭാഗത്തുനിന്ന് ടക്ക് അടിക്കുമ്പോൾ നേരെ സ്ട്രെയിറ്റ് ആയിട്ടല്ല അടിക്കേണ്ടത്. ഇവിടെ നിന്ന് ഒരു ചെറിയൊരു വളവ് കൊടുത്ത് ഇതിങ്ങനെ വേണം അടിച്ചു പോകാൻ. ഇങ്ങനെ അടിക്കുക. ഇങ്ങനെയാണ് മെയിൻ ടക്ക് അടിച്ചേക്കുന്നത്. അതിനുശേഷം സൈഡ് ടക്ക്. രണ്ടടിപ്പ് ടക്കിന് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇങ്ങനെ ചില ആൾക്കാർ വരുമ്പോൾ ചോദിക്കും ഇത് എന്തിനാ എങ്ങനെ ഇടണേന്ന്. നമ്മളിവിടെ വെച്ച് കെട്ടിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ടക്കിൻ്റെ വൃത്തി അങ്ങ് പോകും. അപ്പോൾ ഇതിങ്ങനെ നീണ്ട് ഇങ്ങനെ വിടുമ്പോൾ 2 പ്രാവശ്യം അടിച്ചിടുമ്പോൾ ഇതിങ്ങനെ കഴുകിയാലൊന്നും അങ്ങനെ പിടിയെന്ന് പോവില്ല. നല്ല വൃത്തിക്ക് തന്നെ ടക്ക് ഇരിക്കുകയും ചെയ്യും. അത് അടുത്തത് നമ്മൾ ഇപ്പോൾ ഈ 2 ടക്ക് അടിച്ചു കഴിഞ്ഞു. അടുത്ത് നമ്മൾ കഷത്തിലേക്കുള്ള ടക്കാണ് അടിക്കുന്നത്. നമ്മളിവിടെ ഇനി നമ്മൾ 4ാമത്തെ ഒരു ടക്കും കൂടി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ അടിച്ചു പോകണം. ഇങ്ങനെ വച്ച് കഴിയുമ്പോൾ നമ്മൾ നല്ല കറക്റ്റായിട്ട് തന്നെ നമ്മുടെ പാഡിൻ്റെ പോലെ തന്നെ നമുക്ക് ബ്ലൗസിൻ്റെ ഇത് കിട്ടിയിട്ടുണ്ട്. ഇതിങ്ങനെയാണ് വേണ്ടത്. ഇനി അടുത്തതും കൂടി നമുക്കങ്ങനെ അടിക്കാം. അടുത്ത ഭാഗം കൂടി നമ്മൾ ഇതുപോലെ തന്നെ ഇട്ടെടുക്കുകയാണ്.
തയ്യൽ പഠിക്കാൻ വിട്ടപ്പോഴൊന്നും എനിക്ക് തയ്യൽ വലിയ ഇഷ്ടമൊന്നും ഉണ്ടായില്ല. ഇത് എങ്ങനെയോ കാട്ടി കഴിച്ച് പഠിച്ചു. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ എന്നെ എൻ്റെ അച്ഛൻ തയ്യൽ പഠിക്കാൻ വിട്ടതാണ്. അന്നൊന്നും ഫാഷൻ ഡിസൈനിങ്ങും അതുമാതിരി ബ്യൂട്ടീഷ്യനും പഠിക്കാൻ വിട്ടതാണ്. അന്നൊന്നും എനിക്ക് ഇതിനോടൊരു താല്പര്യം ഇല്ലാണ്ട് പോയിരുന്നു പഠിച്ചതാണ്. അത് കഴിഞ്ഞ് ജീവിതത്തിൽ ചെറിയൊരു പ്രതിസന്ധി എന്ന് പറയാൻ പറ്റില്ല. എൻ്റെ 2ാമത്തെ മകളുണ്ടായി കഴിഞ്ഞപ്പോൾ എനിക്ക് പാസ്പോർട്ട് ഓഫീസിലായിരുന്നു ജോലി. ആ ജോലി വേണ്ടെന്ന് വെക്കേണ്ട ഒരു അവസ്ഥ വന്നു. മകൾക്ക് ഇച്ചിരി വെയിറ്റ് കുറയുന്ന ഒരു പ്രശ്നം വന്നു കഴിഞ്ഞപ്പോൾ ജോലി വേണ്ടെന്ന് വെക്കേണ്ടി വന്നു. അങ്ങനെയാണ് നമ്മൾ വീണ്ടും വീട്ടിൽ വെറുതെ ഇരിക്കാൻ പറ്റാതെ ആയപ്പോഴാണ് ഞാൻ കുറച്ച് തുണിയൊക്കെ എടുത്തുകൊണ്ടെന്ന് കയ്യിലൊക്കെ കുറച്ചേച്ചൊക്കെ അറിയാവുള്ളൂ. വലിയ കാര്യമായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിലും വലിയ കാര്യമായിട്ടൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ എടുത്തുകൊണ്ടൊന്ന് വീട്ടിൽ വെറുതെ ഇങ്ങനെയായിരുന്നു. ജോലിക്ക് പോയിട്ടിരുന്നപ്പോൾ രാവിലെ ഒരു 7:30 മണിയാകുമ്പോഴത്തേക്കും ഞാൻ പോവും. 8 മണിക്ക് ഞങ്ങൾക്ക് അവിടെ ഡ്യൂട്ടിക്ക് കയറണമായിരുന്നു. പാസ്പോർട്ട് ഓഫീസിൽ ജോലി ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എയർപോർട്ടിലും ഞാൻ ജോലി ചെയ്തിട്ടുള്ളതാണ്. 2 സ്ഥലത്തും അന്ന് 12 മണിക്കൂറായിരുന്നു. രാവിലെ 7 മണിക്ക് കയറിയാൽ വൈകിട്ട് 7 മണിക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ജോലിയിൽ നിന്ന് പിടിയിൽ നിന്ന് വിട്ട് മാറി നിൽക്കേണ്ടി വന്നപ്പോൾ എനിക്ക് ആകെയൊരു മൂഡ് ഓഫ് ആയി. കാരണം കുട്ടിയുണ്ടെങ്കിലും വീട്ടിലിങ്ങനെ നമ്മൾ വെറുതെ അങ്ങനെ ഇരുന്ന് ശീലമില്ലാത്തതുകൊണ്ട് അങ്ങനെ ഒരു വിഷയം വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു ഈ തുണി കുറച്ച് നെയ്റ്റ് തുണി എടുത്തുകൊണ്ടെന്ന് വീട്ടിലിരുന്ന് പഠിച്ച ഇതൊക്കെ വെച്ച് ഒന്ന് ചെയ്തു നോക്കി. കുറച്ച് മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അത്ര പെർഫെക്റ്റ് ഒന്നും ആയിട്ട് തയ്ച്ചു കൊടുക്കാൻ ഞാൻ സ്ഥിരമായിട്ടൊന്നും തയ്ക്കണമില്ല. എന്നാലും നെയ്റ്റി അല്ലേ, എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അടുത്തുള്ളവരൊക്കെ പറയാം. നല്ല സഹകരണമുള്ള ആൾക്കാരായിരുന്നു ഞങ്ങൾ താമസിച്ചിട്ടിരുന്നത്. വാടകയ്ക്കാണ് താമസിച്ചിട്ടിരിക്കുന്നത്. അപ്പം ആലുവയിൽ പറോട്ടി ലൈനിലാണ് ഞങ്ങൾ താമസിച്ചിട്ടിരുന്നത്. അപ്പം അവിടെയുള്ള എല്ലാവരും നല്ല സഹകരണവും കാര്യങ്ങളുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരൊക്കെ നല്ല ഇതായിട്ടാണ് നമ്മളോട് നെയ്റ്റിയൊക്കെ എടുക്കും. തുണികളൊക്കെ എന്നിട്ട് എന്നെ കൊണ്ട് തന്നെ തയ്പ്പിക്കും. ചെറിയ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പറഞ്ഞൊക്കെ തരും. ഇന്ന മിസ്റ്റേക്കുകൾ ഉണ്ട് കേട്ടോ എന്ന് പറയും. നമ്മളത് വീണ്ടും ശരിയാക്കാൻ നോക്കി. പിന്നെ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ബുക്കുകളൊക്കെ എടുത്ത് നോക്കിയപ്പോൾ എനിക്ക് ഒന്നും മനസ്സിലാവുള്ള. കാരണം വർഷങ്ങൾക്ക് മുമ്പ് പഠിച്ച ബുക്കൊക്കെ എടുത്ത് നോക്കിയിട്ട് എന്തെന്നതൊന്നും എനിക്കൊന്നും മനസ്സിലാവുള്ള. അങ്ങനെ ആയി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ വീണ്ടും ഫാഷൻ ഡിസൈനിങ് പഠിക്കാനായിട്ട് GITയുടെ ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ പോയത് ഞാൻ. അങ്ങനെ പഠിച്ചു. പക്ഷേ പഠിച്ച ചരിത്രമൊന്നും പറയാതിരിക്കുക നല്ലത്. കാരണം പഠിച്ചിട്ട് അവരുടെ അളവുകളിലൊക്കെ നമ്മൾ ബ്ലൗസ് തയ്ക്കുമ്പോൾ കറക്റ്റാവും. നമ്മളായിട്ട് സ്വന്തമായിട്ടൊരു അളവെടുത്ത് തയ്ക്കുമ്പോൾ കറക്റ്റാവില്ല. അങ്ങനെയൊക്കെയായിരുന്നു ബ്ലൗസിൻ്റെ ചരിത്രങ്ങൾ. ഇതൊക്കെ പറഞ്ഞു തന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ പഠിക്കണമെന്ന് താല്പര്യമുള്ളവർക്ക് നമ്മൾ വീഡിയോയിൽ വ്യക്തമായിട്ട്, കാരണം എൻ്റെ സൗണ്ട് ഇച്ചിരി കുറവാണെന്ന് തോന്നുന്നു ഈ വീഡിയോ കാണുമ്പോൾ. അത് 2-3 പേര് പറഞ്ഞതാണ്. പക്ഷെ എന്നാലും മൈക്ക് വരാനായിട്ട് കുറച്ച് ടൈം എടുക്കണം അറിഞ്ഞുകൊണ്ട് അത് കിട്ടിയതിന് ശേഷം ഞാൻ ക്ലാസ്സുകളൊക്കെ എടുത്തു തരാം. നമ്മൾ ഓൺലൈനായിട്ടൊന്നും എടുക്കാനുള്ള ടൈം എനിക്കില്ല. അപ്പോൾ എൻ്റെ ടൈം അനുസരിച്ച് നമ്മൾ വീഡിയോ ഇട്ടോളാം. നിങ്ങൾക്ക് ഫലപ്രദമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. കാരണം എന്നാലാണല്ലോ നമുക്ക് വീഡിയോ ഇട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നിങ്ങളൊരു 5 പൈസ തന്ന് എനിക്ക് പൈസ തന്ന് നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. റെഡിമെയ്ഡ് ബ്ലൗസ് ഉൾപ്പെടെ എല്ലാം തയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞു തരാം. നമുക്ക് ആകെ നിങ്ങൾ ചെയ്യേണ്ട സപ്പോർട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബും ചെയ്തിട്ടാൽ മാത്രം മതി. കാരണം ഓൺലൈനായിട്ടൊക്കെ പഠിപ്പിക്കണമെങ്കിൽ പഠിപ്പിക്കാൻ കുഴപ്പമൊന്നുമില്ലാത്ത ഒരിത് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളുടെ ടൈം നമുക്ക് ഞാൻ തന്നെയാണ് ഇവിടെ ഇരുന്ന് തയ്ക്കുന്നതും. പിന്നെ 2-3 സ്റ്റാഫുകൾ എനിക്കുണ്ട്. അവരൊക്കെയാണ് എന്നെ ഹെൽപ്പ് ചെയ്യുന്നത്. കണ്ടോ, ഇപ്പം നമ്മൾ നല്ല 2 സൈഡ് നല്ല വൃത്തിയായിട്ട് ഒപ്പം വന്നിട്ടുണ്ടോയെന്ന് ഇങ്ങനെ വച്ച് നോക്കണം. എന്തെങ്കിലും കുറവുകളോ കൂടുതലുകളോ വന്നിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റാക്കണം. ഇതിപ്പോൾ എല്ലാം കറക്റ്റായിട്ട് തന്നെയാണ് വന്നേക്കുന്നത്. എല്ലാ സൈഡും കറക്റ്റായിട്ട്. ഇനി ഇത് ബാക്ക് സൈഡായിട്ട് അറ്റാച്ച് ചെയ്യണം. അതിന് മുമ്പ് നമുക്കിവിടെ ഒരു വഞ്ചിയുണ്ട്. ആ വഞ്ചി ഇവിടെ അറ്റാച്ച് ചെയ്യണം. നമുക്ക് ഇത് നമ്മൾ 4 പീസ് നമ്മൾ കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ട് ഫ്രണ്ടിൽ വയ്ക്കാനായിട്ട് 4 പീസും. പിന്നെ ഇതൊക്കെ ലൈനിങ്ങാണ്. അപ്പം ഞാൻ 4 പീസ്
6 പീസ് എടുത്തിട്ടുണ്ട്. ഇത് 3 പീസ് ഒരു സൈഡിലേക്കും 3 പീസ് മറ്റൊരു സൈഡിലേക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇത് വെച്ച് കഴിയുമ്പോൾ അടിവശം നല്ല കട്ടിയായിട്ടിരുന്നാലാണ് ബ്ലൗസ് ഭംഗിയായിട്ടിരിക്കുകയുള്ളൂ. എല്ലാം പെർഫെക്ഷനോട് കൂടി തന്നെ ചെയ്യാൻ പഠിക്കണം. പിന്നെ മനുഷ്യരാണ്, നമ്മൾ തയ്ക്കുമ്പോഴൊക്കെ ചില മിസ്റ്റേക്കുകളും കാര്യങ്ങളൊക്കെ പറ്റായികയൊന്നുമില്ല. അതെല്ലാവർക്കും പറ്റി തന്നെയാണ് പഠിക്കുന്നത്. നമ്മൾ നമ്മുടെ കഴിവിൻ്റെ പരമാവധി നമ്മൾ ശ്രമിച്ച് നല്ല രീതിയിൽ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അതുപോലെ വർക്കുകൾ വരും. നമ്മുടെയൊക്കെ വർക്കുകൾ ഇരിക്കണ കാണിച്ചു തരാം. ഇതൊക്കെ ഓർഡർ വർക്കുകളാണ് ഇരിക്കണം മുഴുവൻ. ഇതൊന്നും തയ്ച്ച് തീർക്കാനായിട്ട് നമുക്ക് സമയം തികയുന്നില്ല. പിന്നെ റെഡിമെയ്ഡും കൂടി ഉണ്ട്. അപ്പോൾ അതെല്ലാം കൂടി മാനേജ് ചെയ്ത് കൊണ്ടുപോകണമല്ലോ. പിന്നെ എല്ലാവരുടെ പോലെ തന്നെ ഞാനും വിചാരിച്ചുകൊണ്ടിരുന്നത്, ദൈവം ഓരോ പരീക്ഷണങ്ങൾ വരുമ്പോഴും ദൈവമേ എനിക്ക് മാത്രമുള്ള ഇത്ര പരീക്ഷണങ്ങൾ തന്നേന്നൊക്കെയാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അല്ല, നമ്മൾ ഏത് പ്രതിസന്ധി വന്നാലും നമ്മളതിനെ തരണം ചെയ്യാനായിട്ട് നമ്മളെപ്പോഴും പഠിക്കണം. ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ തോറ്റ് പിന്മാറി നിൽക്കരുത്. നമ്മളെ തോൽപ്പിക്കാൻ വേണ്ടി പല പ്രതിസന്ധികളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. അതിനെയൊക്കെ തരണം ചെയ്ത് മറികടക്കാൻ നമ്മൾ പ്രാപ്തരാകണം. അപ്പോൾ ഇങ്ങനെ വയ്ക്കണം. ഒരു പീസും കൂടിയാണ്. ഇതിങ്ങനെ വച്ചതിന് ശേഷം ഈ സൈഡ് അടിക്കണം. നമ്മളിങ്ങനെ വച്ച് ഇവിടെ ഒരു അരയിഞ്ച് നമ്മൾ കൂടുതലിട്ടതുണ്ടായി. ആ റേഞ്ചിൽ ഇങ്ങനെ അടിച്ചെടുക്കുക. അതിന് ശേഷം ഈ വശമാണ് ഞാൻ ബാക്ക് സൈഡിലേക്ക് കൊടുക്കാൻ ഉദ്ദേശിച്ചതാണ്. അപ്പോൾ ആ വശത്തേക്ക് ഈ തയ്യൽ തുമ്പ് മടക്കിയിട്ടതിന് ശേഷം പതിച്ചടിക്കണം. ശേഷം ഇത് ലെവലാക്കി കൊടുക്കുക. നമ്മൾ കൂടുതലുള്ളതൊക്കെ ഒന്ന് വെട്ടിക്കളഞ്ഞ് ലെവലാക്കി. അപ്പുറ സൈഡിലുണ്ട്. അപ്പോൾ ആദ്യം നമ്മളിത് ഏത് സൈഡിലേക്കാണ് വയ്ക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഇത് റോങ് സൈഡാണ്. അപ്പോൾ അപ്പുറം രണ്ട് വശം എടുത്ത് നോക്കിയിട്ട് നല്ല സൈഡ്, അതായത് ഇത് ഏത് സൈഡിലേക്ക് വെക്കാൻ പറ്റുമെന്ന് വെച്ചാൽ അവിടേക്ക് വയ്ക്കുക. നിങ്ങൾ തെറ്റുന്ന ഓരോ ഭാഗങ്ങളാണ് ഈ നമ്മുടെ ഈ വഞ്ചി വയ്ക്കുന്ന സ്ഥലം. കാരണം ഇത് നമ്മൾ റോങ് സൈഡിലേക്ക് അടിച്ചതൊക്കെ ഫ്രണ്ടിലേക്ക് തിരിഞ്ഞു വരാം. അപ്പോൾ അത് ഇങ്ങനെ ശ്രദ്ധിച്ച് വച്ചതിന് ശേഷം ഇങ്ങനെ വച്ച് നോക്കിയതിന് ശേഷം വേണം അടിക്കാനായിട്ട്. അതിന് ശേഷം ഇവിടെ ഈ നമ്മൾ അടിച്ചേക്കുന്ന ഇത് നമ്മൾ 1 ഇഞ്ച് ടക്കടിച്ചേക്കുന്നതാണ്, 1.25 ഇഞ്ചിൻ്റെ. അതിൻ്റെ ഈ കോർണർ ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കണം. ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ അടിച്ചു പോകുമ്പോൾ അതൊരു നമുക്കത് ഫ്ലെക്സിബിൾ അല്ലാതെയാവും. അപ്പോൾ ഇങ്ങനെ മടക്കിയതിന് ശേഷം ഞാൻ അപ്പുറ സൈഡിൽ ഇട്ട് അടിച്ച് കാണിച്ചു തരാം. ഒരടിക്ക് ഇങ്ങനെ അടിച്ച് പോയിട്ട് ഇതിങ്ങനെ
ഇങ്ങനെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി പൊട്ടിച്ചതാണത്. ഇങ്ങനെ കോണായിട്ട് ഇത് ഇവിടെ ഒരു ഫ്ലെക്സ് ഇവിടെ മാത്രം അടിപ്പ് പോകാവുള്ളൂ എൻ്റെ. അപ്പോൾ അതിങ്ങനെ അടിക്കുക. നിങ്ങൾക്കത് മനസ്സിലാകാൻ വേണ്ടി ഒന്ന് പൊട്ടിച്ചിട്ട് ഞാനൊന്നുകൂടി കാണിച്ചു തന്നെയാണ്. വേണ്ട, ഫസ്റ്റായിട്ട് ഇവിടെ 2 അടിപ്പ് എന്തായാലും കൊടുക്കണം നമ്മൾ. വേണ്ട, ഇതിങ്ങനെ ഒരു ഇതിൽ നിൽക്കണം, എന്നാലാണ് നമുക്കിവിടെ കറക്റ്റായിട്ട്. വേണ്ട, 2 അടിക്ക് കൊടുക്കുക. ഇവിടെ ലോക്ക് ചെയ്യണം. അപ്പോൾ നമ്മളെല്ലാം കൂടി വെച്ചിട്ടാണ് ലോക്ക് ചെയ്യുള്ളൂ. വണ്ടിയുടെ ശല്യമുണ്ട്, കാരണം ഞാൻ വീഡിയോ എടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെയാണ് സൗണ്ട് കൊടുക്കുന്നത്. അതുകൊണ്ട് പുറത്തേക്കടെ വണ്ടി പോകുന്നതിൻ്റെ ശല്യം ഉണ്ടാവും. എല്ലാവരും ക്ഷമിക്കണം. വോയിസ് ഓവർ കൊടുക്കാനായിട്ട് ടൈം നമുക്ക് കിട്ടാറില്ല. രണ്ടാമത്തെ ഭാഗവും നമ്മളിങ്ങനെ എടുത്ത് അതും ഇങ്ങനെ അടിച്ചു പോകാറുണ്ട്. അടിച്ചു പോയതിന് ശേഷം ഇതിങ്ങനെ മടക്കി അടിക്കുന്നതിന് മുമ്പ് നമ്മൾ ഇതിന് ശരിക്കും പറഞ്ഞാൽ ഇതിങ്ങനെ വച്ച് നോക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ മടക്കി അടിക്കാം. നമുക്കിങ്ങനെ ഇത് ഏത് വശത്തേക്കാണ്, എന്നാലും നമ്മളിത് പതിച്ചടിക്കുന്നതിന് മുമ്പ് തിരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിതിങ്ങനെ വച്ച് നോക്കാം. ഇതാണ് നമുക്ക് ഫ്രണ്ടിലോട്ട് വേണ്ടത്. ആ ഫ്രണ്ട് തന്നെയാണോ ഇങ്ങനെ അടിച്ച് വന്നേക്കണേ എന്നുള്ളത് നോക്കണം. അപ്പോൾ അങ്ങനെ വച്ച് നോക്കിയതിന് ശേഷം നമ്മൾ ഈ ബാക്ക് സൈഡിലേക്ക്, കാരണം ഇത് തിരിഞ്ഞൊക്കെ പോവാം നമ്മൾ അടിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ വച്ച് പതിച്ചടിക്കണം. ഇത് അകത്തോട്ട് പോകേണ്ട വശമാണ്. അകത്തോട്ട് പോകേണ്ട വശത്തേക്കാണ് നമ്മൾ തയ്ക്കുമ്പോൾ മറിച്ചിട്ടടിച്ച് പതിച്ചടിക്കുന്നത്. ജീവിതത്തിൽ ഒരുപാട് തിരിച്ചടികളും ഒരുപാട് തോൽവികളും സംഭവിച്ചതിന് ശേഷമാണ് ഞാൻ ഇവിടം വരെ എത്തി നിൽക്കുന്നത്. ഒരുപാട് തോൽവികൾ ജീവിതത്തിൽ എല്ലാ മനുഷ്യർക്കും അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് തോൽവികളൊക്കെ സംഭവിക്കുന്ന, ഒരുപാട് തോൽക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ജയിക്കുന്ന കുഞ്ഞിന് മാത്രമേ അച്ഛനുള്ളൂ എന്ന് പറയുന്നത്. ജയിക്കുന്ന കുട്ടികൾ പറയണ കേൾക്കില്ലേ, എന്ത് ജയം ഉണ്ടായാലും അതിൻ്റെ കൂടെ ഒരുപാട് ആൾക്കാരുണ്ടാവും. നമ്മൾ തോറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കാൻ ഒരു മനുഷ്യനുണ്ടാവില്ല. ജീവിതത്തിലെ ഓരോ സാഹചര്യങ്ങളും നമുക്ക് വരുന്ന ഓരോ തിരിച്ചടികളും കാര്യങ്ങളും നമ്മൾ ധൈര്യം, ഞാൻ എൻ്റെ വീഡിയോയിൽ കൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് അതാണ്. പതറി നിൽക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരെ ഒരു നല്ല രീതിയിൽ, ഇപ്പോൾ തയ്ക്കാൻ അറിയാൻ പാടില്ലാത്തതിൻ്റെ നമ്മൾ അതിനെ ഒന്ന് പ്രോത്സാഹിപ്പിച്ച് കൊണ്ടുവരണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാൻ ഈ ഒരു ചാനൽ തുടങ്ങിയിരിക്കുന്നത്. വീട്ടിലിരുന്ന് വെറുതെ ഇരുന്ന് ഞാൻ എന്ത് ചെയ്യും എന്നാലോചിച്ചിരിക്കുന്ന ഒരുപാട് വീട്ടമ്മമാരുണ്ട്. അവർക്കൊരു പ്രോത്സാഹനമാകാൻ വേണ്ടിയിട്ടാണ്. ക്യാഷൊന്നും തന്ന് നിങ്ങൾ പഠിക്കണ്ട. നിങ്ങൾ ഈ ചാനൽ കാണുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇതിങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ ഒന്ന് ചെയ്താൽ മതി. നമ്മളത് വ്യക്തമായിട്ട് പറഞ്ഞ് പഠിപ്പിക്കും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ആൾക്കാർക്ക് ഇത് പഠിച്ച് അവർക്ക് സ്വന്തമായിട്ടൊന്ന് തുടങ്ങണമെങ്കിൽ, ഇത് മാത്രമല്ല, ഞങ്ങളുടെ വീട്ടിൽ നമ്മൾ ലൈവായിട്ട് അപ്പം ഇടിയപ്പം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കല്യാണങ്ങൾക്ക് ലൈവായിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. നമ്മൾ ഈ ഒരു പ്രസ്ഥാനം മാത്രമല്ല കൊണ്ടു നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോയും ഇതിൻ്റെ കൂടെ വരും. കാരണം ഞാൻ ടൈലറിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ് ഇട്ട് തുടങ്ങിയത്. പക്ഷെ എന്നാലും നമ്മളെപ്പോലെ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരു തോറ്റ് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ആ തോൽവിയിൽ നിന്ന് ഞാൻ കരകയറി പോന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പോരുന്ന കരകയറി നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അതിജീവിച്ച് നമ്മൾ ക്യാഷൊക്കെ കയ്യിൽ വന്നതിന് ശേഷമല്ല നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു തരുന്നത്. ഞാനിപ്പോൾ കര കയറിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ആ സമയത്ത് വേണം ഞാൻ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് നമ്മുടെ ആ ഒരു വിജയപാത കാണിച്ചു കൊടുക്കുമ്പോഴാണ് അവർക്ക് അത് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ഓരോ വീഡിയോയിലും നമ്മൾ അനുഭവിച്ച കാര്യങ്ങളും അതിൽ നിന്ന് ഞാൻ കര കയറിയത് എങ്ങനെയാണെന്നും എല്ലാം ഞാൻ പറഞ്ഞു തരും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് മനുഷ്യൻ പല സാഹചര്യങ്ങളിലും മനുഷ്യന് പല ബുദ്ധിമുട്ടുകളും, ഞാൻ പറഞ്ഞില്ലേ, എനിക്കൊരു മകൾക്കൊരു ഹോസ്പിറ്റൽ കേസ് വന്നിട്ട് ഞങ്ങൾ ഒരുപാട് അനുഭവിച്ചു. ആ ഒരു ബുദ്ധിമുട്ട് വേറൊരാൾക്ക് വരുമ്പോൾ ഒരുപാട് അറിവില്ലായ്മകൾ കൊണ്ട് നമുക്ക് ഒരുപാട് തെറ്റുകൾ പറ്റാൻ ജീവിതത്തിൽ. കാരണം കുട്ടികളുടെ ഹോസ്പിറ്റലിൽ വരെ കൊണ്ടുപോകുന്ന നമ്മൾ പല ആൾക്കാരും തെറ്റായ ചിന്താഗതിയുണ്ട്. നമുക്ക് പൈസ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ അടുത്തുള്ള ഗവൺമെൻറ് ആശുപത്രിയിലൊക്കെ കൊണ്ടുപോയ അവസ്ഥകളൊക്കെ നമുക്ക് ഉണ്ടായിട്ടുണ്ട്.
അപ്പോൾ അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയുടെ ഇടയ്ക്ക് നമ്മളോരോ വീഡിയോ ആയിട്ട് ഇടുന്നതാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജീവിതം ഒരു കരുപ്പിടിപ്പിക്കണം എന്നുള്ള ഒരാൾക്കാർക്കും കൂടി അതൊരു പ്രചോദനമാവണമെങ്കിൽ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമ്മുടെ ബ്ലൗസിൻ്റെ വീഡിയോയിലേക്ക് പോകാം. ഞാൻ അധികം വാചകം അടിക്കുന്നതല്ല, കാരണം എല്ലാ മനുഷ്യർക്കും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. അവരെല്ലാവരും അതിൽ നിന്നും കരകയറാൻ ചിലർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓരോ ബുദ്ധിമുട്ട് വന്നാൽ എന്ത് ചെയ്യണം, ആത്മഹത്യയുടെ ഒക്കെ വക്കിൽ നിന്നൊക്കെ നമ്മൾ രക്ഷപ്പെട്ട് ഇവിടം വരെ എത്തിയതാണ്. പല കാര്യങ്ങൾ കൊണ്ടും ജീവിതം അവസാനിപ്പിച്ചാലോ എന്ന് വരെ ചിന്തിച്ച നിമിഷങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ബാധ്യതകളും കടങ്ങളും ഒക്കെ വന്ന്, പക്ഷെ അതിനൊക്കെ തരണം ചെയ്യണം നമ്മൾ. അപ്പം അതിങ്ങനെ ഈ സൈഡ് നമ്മളിങ്ങനെ അടിച്ച് പോവാണ്. വീണ്ടും പറയുകയാണ്, ഇവിടെ ഇങ്ങനെ പൊക്കി വെച്ചതിന് ശേഷം വേണം നമ്മൾ അടിക്കാൻ. ഞാനിത് കൂടുതലും ക്ലാസ്സിൽ മെഷീൻ ചവിട്ടാൻ അറിയാവുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മളിവിടെ ടൈലറിങ് ക്ലാസ് നടത്തിക്കൊണ്ടിരുന്നതാണ്. അപ്പോൾ എൻ്റെ സമയക്കുറവുകൊണ്ട് ടൈലറിങ് പഠിപ്പിക്കാൻ എനിക്ക് സമയം കിട്ടുന്നില്ല. ഇതടിച്ചതിന് ശേഷം ഇത് രണ്ടിങ്ങനെ വച്ച് നോക്കാം. ചിലപ്പോൾ നമ്മളിങ്ങനെ അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലേതെങ്കിലും ഒന്ന് കയറി ഇറങ്ങിയൊക്കെ ഇരിക്കുന്നുണ്ടാവും. അതൊക്കെ കറക്റ്റാണോ എന്ന് നോക്കാം. ടക്കൊക്കെ കറക്റ്റാണോ എന്ന് നോക്കാം. ഇത് വലിയ കുഴപ്പമൊന്നുമില്ലാതെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനിയും ഇതിൻ്റെ ഷോൾഡർ കൂട്ടിയതിന് ശേഷം ലോക്ക് ചെയ്തിട്ട് വരണം. നമ്മൾ ഇതെവിടെ നിന്നിങ്ങനെ ഷോൾഡർ അടിച്ച് കൂട്ടുകയാണ്. ഒരു സൈഡിലെ ഷോൾഡർ നല്ല വശം കൂട്ടി വെച്ചതിന് ശേഷം ഷോൾഡർ ഇങ്ങനെ വയ്ക്കുക. ഷോൾഡർ ഇങ്ങനെ വയ്ക്കുക. നമ്മൾ എത്ര ഇഞ്ചാണോ ഷോൾഡറിന് വിട്ടേക്കുന്നത് അത്രയും തന്നെ നമ്മളിവിടെ അടിച്ചു കൊടുക്കണം. 1/2 ഇഞ്ചാണ് ഞാൻ വിട്ടിരുന്നത്. ഇനി ഇതെല്ലാം ലോക്ക് ചെയ്തിട്ട് വരണം. ഇതാണ് നമ്മുടെ ലോക്കിംഗ് മെഷീൻ. അപ്പം നമ്മൾ ലോക്ക് ചെയ്യണ ഇങ്ങോട്ട് കൂടി ഒന്ന് കാണിച്ചു തരാം. ഈ ലോക്കിംഗ് മെഷീൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സൈഡൊക്കെ കട്ടായി പോകും. അപ്പം നമ്മൾ സൂക്ഷിച്ച് വേണം ലോക്ക് ചെയ്യാനൊക്കെ. ഇത് ജാക്കിൻ്റെ ലോക്കിംഗ് മെഷീനാണ്. 6 ത്രെഡ് ഇടാൻ പാകത്തിനുള്ള ലോക്കിംഗ് മെഷീനാണ്. രണ്ട് സൈഡും ലോക്ക് ചെയ്തു. അതിനുശേഷം നമ്മുടെ വഞ്ചി പോലെ താഴെ ഇരിക്കുന്ന ഭാഗത്തെ ലോക്കിംഗ് ആണ്. അടുത്തായിട്ട് നമ്മുടെ ഇങ്ങനെ അടിച്ചൊക്കെ വെച്ച് കഴിഞ്ഞ് നമ്മളുടെ ഇടത് കൈയുടെ വശത്ത് വരുന്ന നമ്മുടെ ഭാഗത്തേക്ക് തിരിച്ചു വയ്ക്കുകയാണ്. ഈ അടിച്ച് കഴിഞ്ഞിട്ട് ഇടത് കൈയുടെ വശത്ത് വയ്ക്കുന്നതാണ് നമ്മുടെ ഹുക്ക് വയ്ക്കാനുള്ള പടി വയ്ക്കുന്ന സ്ഥലം. അത് നമ്മളിങ്ങനെ പടി വയ്ക്കാനായിട്ട് അടിക്കുകയാണ്. നല്ല വശത്തിന് അടിച്ചു. ബാലൻസ് കുറച്ച് കട്ട് ചെയ്ത് കളയണം. കാരണം ഇത് മടക്കി വെച്ചടിക്കാനുള്ളതാണ്. ഇങ്ങനെ മടക്കി വെച്ചു, അടിച്ചു. അതിന് ശേഷം നമ്മളിവിടെ ഒന്ന് പതിച്ചടിച്ചു കൊടുക്കണം.
നമ്മൾ ഫുള്ളായിട്ട് അകത്തേക്ക് വെച്ചടിക്കുകയാണ്. നമുക്ക് ഹുക്ക് വയ്ക്കാനുള്ള കണ്ടോ, ഈ പടി കംപ്ലീറ്റ് നമ്മൾ അകത്തേക്ക് വെച്ചടിച്ചു. അതേസമയം നമ്മുടെ വലതുവശത്ത് തന്നെ ഈ ഭാഗത്ത് നമ്മൾ പിടിപ്പിക്കുമ്പോൾ നമ്മൾ അകത്ത് നിന്ന്, അതായത് ചീത്ത വശത്തുനിന്ന് വേണം പടിയടിച്ച് പിടിപ്പിക്കാനായിട്ട്. കാരണം ഇത് ഹുക്ക് നമ്മൾ ഇടാനുള്ള വയ്ക്കാനുള്ള ഇതാണ്. ഇതിലെങ്ങനെയാണോ നമ്മൾ വെട്ടിയേക്കുന്നത്, ഇവിടെ നമ്മളൊരു 1/4 ഇഞ്ച് ഭാഗം വെട്ടിക്കളഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ വളച്ചടിക്കണം. ഇവിടെ അതുമാതിരി കുറച്ച് കൂടുതലുണ്ട്, നമ്മളിങ്ങനെ വെട്ടിക്കളയാണ്. അതിന് ശേഷം അത് മടക്കി അകത്തോട്ട് വച്ചിട്ട് അകത്തുനിന്ന് പതിച്ചടിക്കുകയാണ്. അതിനുശേഷം ഇത് നമ്മൾ പുറത്ത് കാണുന്നുണ്ടെങ്കിലും നമ്മൾ ഹുക്ക് ഇട്ട് കഴിയുമ്പോൾ ഇതിൻ്റെ ഭാഗം പുറത്തേക്ക് കാണില്ല. ഈ തുണി തന്നെ വെച്ച് നമ്മളിവിടെ അടിക്കുന്നതിന് കുഴപ്പമില്ല, നമ്മൾ ലൈനിങ്ങൊക്കെ അറ്റാച്ച് ചെയ്ത് അടിക്കാം. പക്ഷേ കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മൾ ഹുക്ക് ഇട്ടിട്ട് കഴിഞ്ഞാൽ ഇതിങ്ങനെ വലിഞ്ഞ് ആകെ ഒരു മെനയില്ലാത്ത രീതിയിലിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കസ്റ്റമറോട് ചോദിച്ചിട്ട് വേണം ഇത് ചെയ്യാൻ. കാരണം പടി ഇങ്ങനെ വെച്ചാൽ മതിയോ എന്ന് ചോദിക്കണം. ചില ആൾക്കാർക്ക് ലൈനിങ് പുറത്ത് കാണില്ല അത്, കാരണം നമ്മൾ ഹുക്ക് ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് അകത്തേക്ക് പോകുന്ന ഭാഗമാണ്. പക്ഷെ എന്നാലും ചിലവർക്കത് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. നമ്മൾ കസ്റ്റമേഴ്സിൻ്റെ ഇഷ്ടം നോക്കി വേണമല്ലോ നമ്മൾ ഓരോന്ന് ചെയ്യാനായിട്ട്. അതിന് ശേഷം ഒരു 1.25 ഇഞ്ചിനൊക്കെ ഗ്യാപ്പ് ഇട്ട് ഇത് വീണ്ടും ഇങ്ങനെ ഹുക്ക് നമ്മൾ തുന്നിയായി വയ്ക്കണ്ടെന്നുള്ളവർക്ക് ഇതിങ്ങനെ എളുപ്പത്തിന് ചെയ്യുന്നതാണ്. ഇവിടെ കെട്ടിട്ട് കുത്തി നിർത്തണം. അതിന് ശേഷം തിരിച്ചു പിടിക്കുക. കാരണം മറ്റേപാട് കൈ കൊണ്ട് തുന്നുമ്പോൾ കുറച്ച് കളയും ചെയ്യുമ്പോൾ അത് വിട്ടുപോകാൻ സാധ്യതയുണ്ട്. ചില ഇതിലൊക്കെ നന്നായിട്ട് തുന്നി വയ്ക്കാതിരുന്നാൽ. പിന്നെ ഇത് ഇച്ചിരി കൂടി നമുക്ക് എളുപ്പത്തിനുള്ള പണിയാണ്, തുന്നുണ്ടാവും. ഇങ്ങനെ ഇവിടെ കൊണ്ടുപോയി കുത്തി നിർത്തുക. അതിന് ശേഷം തിരിച്ച് ഇതിങ്ങനെ ഒരു ചെറിയൊരു വായ ഹുക്കിടാനുള്ളൊരു വായ അവിടെ തുറന്നിരിക്കാൻ മതി. ഇവിടെ തുറന്നാണ് ഇരിക്കുന്നത്, അവിടെ നമ്മൾ അടിച്ചിട്ടില്ലാത്തതുകൊണ്ട്. ഇവിടെ നമുക്ക് കുറച്ച് താഴെയായിട്ട് വയ്ക്കാം. ഇത് ചിലപ്പോൾ നമ്മൾ തുന്നി കൊടുക്കേണ്ടതായിട്ട് വരും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് താഴെയാണ് വച്ചേക്കുന്നത്. അത് കറക്റ്റായിട്ട് വന്നില്ലെങ്കിൽ ഇവിടെ ഒരു തുന്നി പിടിപ്പിച്ച് കൊടുക്കണം. നമ്മളിവിടെ അടിച്ചതിന് ശേഷം കൂടുതലുള്ളത് കട്ട് ചെയ്ത് കളയാം. ഇനി ഇവിടെ വരുന്ന ക്രോസ് പീസ് കൊണ്ട് നമ്മൾ അടിച്ച് മറയ്ക്കും. അപ്പോൾ ഇവിടെ ഇതിനകത്തേക്ക് 4 ഇഞ്ച് ഉണ്ട്, ചിലപ്പോൾ ഒരു ഇച്ചിരി കയറിപ്പോവാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളൊരു ഇവിടെ തുന്നി പിടിപ്പിച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഹുക്ക് ഇടാനുള്ള സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തു. ഇനി നമ്മുടെ ക്രോസ് പീസുകൾ നമുക്കിവിടെ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷമാണ് ഞാൻ കൈ പിടിപ്പിക്കുന്നത്. ക്രോസ് പീസ് ശരിയായ രീതിയിൽ അറ്റാച്ച് ചെയ്യണത് ഇതിൻ്റെ വശം ഇങ്ങോട്ടും
ഇതിൻ്റെ വശം നേരെ തിരിഞ്ഞ് ക്രോസായിട്ട് ഇങ്ങനെ തിരിഞ്ഞാണ് വരേണ്ടത്. എന്നിട്ട് ഇങ്ങനെയാണ് അറ്റാച്ച് ചെയ്യേണ്ടത്. ഇങ്ങനെയാണ് ക്രോസ് പീസ് അറ്റാച്ച് ചെയ്യേണ്ടത് കറക്റ്റായിട്ടുള്ളത്. ചില സമയത്ത് വൃത്തിയൊക്കെ പിടിക്കുമ്പോൾ നമ്മളങ്ങ് വെച്ച് ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് പോകും. എന്നാലും കുഴപ്പമൊന്നും ഉണ്ടാവാറില്ല. ഇങ്ങനെ തന്നെ വെച്ച് അറ്റാച്ചൊക്കെ ചെയ്യും. ശരിക്കും ഇതിങ്ങനെയാണ് ക്രോസ് ആയിട്ട് തന്നെയാണ് വെച്ച് അറ്റാച്ച് ചെയ്യേണ്ടത്. ഇങ്ങനെയാണ് ക്രോസ് പീസ് അറ്റാച്ച് ചെയ്യുന്നത്. ബാലൻസ് ഉള്ളത് കട്ട് ചെയ്ത് ഞാനിങ്ങനെയും വെച്ച് അറ്റാച്ച് ഇങ്ങനെ വെച്ച് അറ്റാച്ച് ചെയ്താലും വേറെ കുഴപ്പമൊന്നുമില്ല. വലിയണേനൊന്നും കുഴപ്പമൊന്നുമില്ല. പിന്നെ ശരിയായ രീതി ഇങ്ങനെയാണ് ക്രോസ് പീസ് അറ്റാച്ച് ചെയ്ത് വരേണ്ടത്. നമ്മളിത് കഴുത്തിൻ്റെ ഇവിടെ വെച്ച് ഇതൊരു മടക്കിയതിന് ശേഷം ഇവിടെ ഒന്ന് ലെവലാക്കി കൊടുക്കാം. അതിന് ശേഷം ഇതിങ്ങനെ ഇതിൻ്റെ അടിയിലേക്ക് നല്ല വശത്ത് വെച്ചിട്ട് ഇതിൻ്റെ അടിയിലേക്ക് ഇതിങ്ങനെ ഒന്ന് മടക്കി അടിക്കുക. നമ്മളൊരു 4 ഇഞ്ച് രീതിയിലാണ് അടിച്ചു പോണത്. ഇങ്ങനെ വെച്ച് കഴുത്തിൻ്റെ ഏത് രൂപമാണോ അതേ ലെവലിലേക്ക് നമ്മളിങ്ങനെ വച്ച് അടിച്ചു കൊണ്ടുവരണം. കാലിഞ്ചിൽ അടിച്ച് ബാലൻസ് ഉള്ളത് കട്ട് ചെയ്ത് കളയാം. അതിന് ശേഷം ഇങ്ങനെ അകത്തൊക്കെ ഒന്ന് ചെറിയൊരു കട്ടിങ് ഇട്ട് കൊടുക്കാം. ഈ വളവൊക്കെ വരുന്ന ഭാഗത്ത് നമ്മൾ ചെറിയ കട്ടിങ് ഇട്ട് കൊടുത്തിട്ട് തിരിച്ച് മടക്കി എടുക്കുകയാണെങ്കിൽ നല്ല വൃത്തിയായിട്ടിരിക്കും. ഈ സ്റ്റിച്ചുമ്പോൾ കൊള്ളാണ്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. മൂർച്ചയുള്ള കത്തിയാണെങ്കിൽ തുമ്പുരുത്തത് ഇങ്ങനെ കട്ട് ചെയ്താൽ ആ സ്റ്റിച്ചുമ്പോൾ കൊള്ളുകയില്ല. നമുക്ക് കറക്റ്റായിട്ട് അടിക്കാൻ പറ്റും. ഇതിന് ശേഷം നമ്മളിത് ഇവിടെ ഇങ്ങനെ പതിച്ചടിച്ചു കൊടുക്കുകയാണ്. അടിച്ചതിന് ശേഷം നമ്മളിവിടെ ഇങ്ങനെ ഹെം ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ മടക്കി ഒരു മടക്കും കൂടി മടക്കി അകത്തോട്ട് വെച്ചിങ്ങനെ
ഹെമ്മ് ചെയ്ത് കൈ കൊണ്ട് തുന്നി മൊത്തം ഇങ്ങനെ തുന്നി വരണം. അപ്പോൾ നമുക്ക് ആദ്യം കൈ വയ്ക്കാം, അതിന് ശേഷം അത് തുന്നാം. നിങ്ങൾ ഈ വീഡിയോ ആണ് ആദ്യം കാണുന്നതെങ്കിൽ എൻ്റെ കട്ടിങ് വീഡിയോയും കൂടി കണ്ടതിന് ശേഷം വേണം കേട്ടോ ഈ വീഡിയോ കാണാനായിട്ട്. അപ്പോൾ നമ്മളിത് ഇവിടെ ഇങ്ങനെ ഒരു എക്സ്ട്രാ പീസ് ഇവിടെ പിടിപ്പിക്കണമായിരുന്നു, അത് ഞാനിവിടെ പിടിപ്പിച്ചിട്ടുണ്ട്. ലൈനിങ്ങിന് ഇച്ചിരി കുറവായിരുന്നു, 2 സൈഡിലും പിടിപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം കൈ നമ്മൾ അറ്റാച്ച് ചെയ്തെടുത്തു. വേറെ ഒന്നുമില്ല, ഇങ്ങനെ ഇതിൻ്റെ ചീത്തവശത്ത് ഇങ്ങനെ അറ്റാച്ച് ചെയ്തെടുക്കുകയാണ് കൈ. അതിനുശേഷം നമ്മളിവിടെ 1 ഇഞ്ച് കൂടുതൽ ഇട്ടിട്ടുണ്ടായിരുന്നു കൈ ഇങ്ങനെ മടക്കി അടിക്കാൻ. അപ്പോൾ 1/2 ഇഞ്ച് വെച്ച് നമ്മളിത് ഇങ്ങനെ മടക്കി അതിന് ശേഷം ഇതിവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു അടിപ്പടിച്ച് എഴുതണം. കാരണം അത് തുന്നി പോകാനുള്ളതാണ്, നമുക്ക് ലാസ്റ്റാണ് തുന്നുള്ളൂ. അപ്പോൾ തുന്നി പോവുകയാണെങ്കിൽ നല്ലതായിരിക്കും. എന്തോ അടിനൂല് തീർന്നില്ല. അപ്പം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇടാം. നിങ്ങൾക്ക് ഇപ്പം തന്നെ തുന്നാൻ സൗകര്യം ഇല്ലെങ്കിൽ അതങ്ങനെ ഇടയ്ക്കിടയ്ക്കിട്ട് ലാസ്റ്റ് തുന്നിയാലും മതി. നമ്മൾ അടിച്ച് കഴിഞ്ഞ് ഇപ്പോൾ കൈയുടെ അടിഭാഗം ഞാൻ അതുമാതിരി തുന്നാനുള്ള രീതിയിൽ ഹെമ്മിങ് ചെയ്യാനുള്ള രീതിയിൽ ഇടയ്ക്കിടയ്ക്ക് അടിച്ച് വെച്ചിട്ടുണ്ട്. അതിനുശേഷം 2 ഇതും ചേർത്ത് വെച്ച് 2 കൈ ഒപ്പല്ലേ എന്തെങ്കിലും മിസ്റ്റേക്കുകളുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കണം. കാരണം നമ്മൾ അടിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ കൂടുകയോ കുറവോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ, എന്തെങ്കിലും എവിടെ ഇങ്ങനെ പൊങ്ങിക്കണോ ഒക്കെ ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് കളയാം. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ എന്തെങ്കിലും കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ അതിനെ കട്ട് ചെയ്ത് കളഞ്ഞേക്കാം. രണ്ട് കൈ ഒരുപോലെ ആക്കി അതിന് ശേഷം നമ്മളിവിടെ അറ്റാച്ച് ചെയ്യാണ് ഷോൾഡർ അറ്റാച്ച് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ കൈയുടെ നടുഭാഗം സെൻറ്റർ ഭാഗം നമ്മളിങ്ങനെ പിടിച്ചതിന് ശേഷം ഇതൊരു നോച്ച് കൊടുക്കും. ആ നോച്ച് കൊടുത്ത ഭാഗം ഇതിൻ്റെ സെൻറ്ററിലായിട്ട് വയ്ക്കുക. ഷോൾഡറിൻ്റെ അടിപ്പ് സെൻറ്ററായി വരുന്ന ആ നോച്ചിൻ്റെ സെൻറ്ററിൽ തന്നെ വരണം, അല്ലെങ്കിൽ കൈ നീങ്ങി പോവും. അപ്പോൾ നമ്മൾ 1/2 ഇഞ്ചാണ് വെച്ചടിക്കുന്നതെങ്കിൽ 1/2 ഇഞ്ച്, 1/4 ഇഞ്ച് വയ്ക്കുന്നവർക്ക് 1/4 ഇഞ്ച് വെച്ചടിക്കാം. നമ്മളിങ്ങനെ അടിച്ചു പോകണം. കൈ ഇങ്ങനെ വലിക്കാതെ തന്നെ ഇങ്ങനെ വച്ച് പതുക്കെ ഇങ്ങനെ വെച്ച് അടിച്ചു പോരണം. അവിടെ കുത്തി നിർത്തിയതിന് ശേഷം നമ്മൾ തിരിച്ചടിക്കുകയാണ്. തിരിച്ചടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ആദ്യം അടിച്ച അടിപ്പിൻ്റെ ഇപ്പുറ സൈഡിൽ കൂടെ നന്നായിട്ട് അടിക്കണം, പുറത്തേക്ക് പോകരുത്. കാണിച്ചു തരാം. തിരിച്ചടിക്കുമ്പോൾ നമ്മുടെ ഇവിടെ കീറി പിടിക്കാതെ നോക്കണം. അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഇതാണ് ആദ്യത്തെ അടിപ്പ്. നമ്മളിത് ഇപ്പുറത്തെ സൈഡിൽ കൂടെയാണ് അടിക്കാവുള്ളൂ. ഇവിടെ വരുമ്പോൾ ഇട്ട് കൊടുക്കണം. അതിനുശേഷം നടുഭാഗം വരുമ്പോൾ ഈ അടുപ്പിനോട് ചേർത്ത് തന്നെ വന്നതിന് ശേഷം താഴത്തോട്ട് പിടിച്ചെടുക്കണം. ഇങ്ങനെ വലിച്ചു പിടിക്കാതെ അതുപോലെ തന്നെ ഇവിടെ കുത്തി നിർത്തിയതിന് ശേഷം തിരിച്ച്
റൊട്ടേറ്റ് ചെയ്ത് അടിക്കുമ്പോൾ നമ്മൾ ഈ അടിപ്പിൻ്റെ ഇപ്പുറ സൈഡിൽ, അതായത് ഈ അകത്തെ തയ്യൽ തുമ്പിലേക്ക് തന്നെ വേണം അടിപ്പ് വരാനായിട്ട്. ഇപ്പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ കയറി പിടിക്കും തുണികൾ. ഇങ്ങനെ അടിക്കും. കൈയുടെ അളവൊക്കെ കറക്റ്റാണോ എന്ന് നോക്കുക. 7.5 നമ്മൾ എടുത്തിരുന്നത്. 7.5 ഇഞ്ച് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മളിപ്പോൾ കൈയൊക്കെ ജോയിൻ്റ് ചെയ്ത് കഴിഞ്ഞു, ലോക്കും ചെയ്തു. അതിന് ശേഷം ബാക്ക് സൈഡ് 2ആയിട്ട് മടക്കിയിട്ടതിന് ശേഷം നമ്മൾ നേരത്തെ അടയാളപ്പെടുത്തിയതിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഒക്കെ ഉണ്ടോ എന്ന് നോക്കാം. 9.25 നമുക്ക് വേണ്ടത്. ചെസ്റ്റിൻ്റെ അളവ് താഴെ 7.25 വേണ്ടത്. അപ്പോൾ ഇങ്ങനെ അടയാളപ്പെടുത്താണ്. 7.25 അടയാളപ്പെടുത്തി. അതുപോലെ തന്നെ ബാക്ക് സൈഡ് മാത്രമാണ് ഇത് മടക്കിയിട്ടേക്കുന്നത്, 2 സൈഡിലും. കാരണം 2 സൈഡിലും മാർക്ക് ചെയ്താലാണ് നമ്മുടെ ബ്ലൗസിൻ്റെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക്. 9.25 ഇവിടെ മാർക്ക് ചെയ്തു. 7.25 താഴെ മാർക്ക് ചെയ്തു. അതിന് ശേഷം ഫ്രണ്ട് വശം എടുക്കാം. ഫ്രണ്ട് വശം ഇത് ഹുക്ക് നമ്മൾ തുന്നുന്ന ഭാഗമാണ്. അവിടെ ഇവിടെ ചേർത്ത് പിടിച്ചതിന് ശേഷം വേണം 9.25 മാർക്ക് ചെയ്യാനായിട്ട്. മാർക്ക് ചെയ്യാം. അതിനുശേഷം താഴെ 7.25 മാർക്ക് ചെയ്യും. 7.25 മാർക്ക് ചെയ്തു. അതുപോലെ തന്നെ ഇപ്പുറ സൈഡും ഇടുന്ന ഭാഗമാണ്. 9.25 ഇവിടെ വെച്ച് മാർക്ക് ചെയ്യുക. ഇവിടെ മാർക്ക് ചെയ്തു. താഴെ 7.25 മാർക്ക് ചെയ്യുക. ബ്രസ്റ്റ് അമ്മയ്ക്ക് അവിടെ ഒരാൾക്ക് ബ്രസ്റ്റിൻ്റെ സൈസ്, ആളുടെ ബ്രസ്റ്റ് സൈസ് 40 കൈയുടെ വണ്ണം നമ്മൾ ഒരു ബ്ലൗസ് തയ്ച്ചിട്ടേക്കണം ആളുടെ ഈ അളവിൽ തന്നെയുള്ള ആളുടെയാണ്. നമ്മളൊരു 5.25 ഇട്ടുണ്ട്. ഇങ്ങനെ നോക്കുമ്പോൾ 5.25 ഇതൊന്ന് തിരിച്ചു വെച്ച് നോക്കാം. 5.5 വരുന്നുണ്ടോ? അപ്പോൾ നമ്മൾ ബ്ലൗസിന് അളവെടുക്കുമ്പോൾ എപ്പോഴും അകത്ത് നിന്ന് വേണം അളവെടുക്കാൻ. കണ്ടോ വ്യത്യാസം? കണ്ടോ? 5.5 വേണ്ടത്. കറക്റ്റായി പിടിച്ചതിന് ശേഷം 5.5 അടയാളപ്പെടുത്തുക. ഈ സൈഡും അടയാളപ്പെടുത്തും. ഇപ്പം 4 സൈഡിലും നമ്മുടെ അളവുകളൊക്കെ 4 സൈഡിലും ഉണ്ട്. ഈ പോയിൻറ്റും ഇവിടെയുള്ള ഈ വരുന്ന പോയിൻ്റ് കൂടി ഒരുമിച്ച് വെച്ചതിന് ശേഷം വേണം ഇങ്ങനെ അടിക്കാൻ. ഇങ്ങനെ അടിച്ച് വരുമ്പോൾ ഇത് ഇവിടെ 2 സൈഡും ഈ പോയിൻറ്റുകൾ തമ്മിൽ ഒരുമിച്ച് വേണം അടി വരാനായിട്ട്. അങ്ങനെയാണ് അടിച്ച് പോകേണ്ടത്. ഇനി നമുക്കിവിടെ ഒരു പീസ് അറ്റാച്ച് ചെയ്യണം. അടിവശത്ത് മറിച്ച് നമുക്ക് തുന്നി വയ്ക്കാൻ, ഹെം ചെയ്യാനായിട്ടുള്ള പീസാണ്. ഇങ്ങനെ ഹെമ്മിങ് ചെയ്താണ് ഒരു പീസ് നമ്മൾ അകത്തേക്ക് അറ്റാച്ച് ചെയ്യാനായിട്ടുണ്ട്.
നമ്മൾ ഈ അടിഭാഗത്ത് ഈ പീസ് ഇങ്ങനെ പിടിപ്പിക്കുകയാണ് ഒരു കഷ്ണം. ബാലൻസുകൾ കട്ട് ചെയ്ത് കളയാണ്. അതിനുശേഷം പതിച്ചെടുക്കേണ്ടത്. നമ്മൾ കൈക്കൊക്കെ ഹെം ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മടക്കി വെച്ചില്ലേ, അതുപോലെ തന്നെ ഇങ്ങനെ മടക്കി ഒന്ന് ഇത് ചെയ്യാണ്. ജസ്റ്റ് ഒന്ന് മടക്കി മാത്രമേ ചെയ്യുന്നുള്ളൂ. നമുക്കിത് കുറച്ചും കൂടി ചിലപ്പോൾ ഇതിങ്ങനെ മടക്കി വെക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ഇവിടുന്ന് അടിച്ച് വരുമ്പോഴാണ് കറക്റ്റായിട്ട് അറിയാൻ പറ്റുള്ളൂ. ഈ രണ്ട് ബാക്കിൽ നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെയാണ് നമുക്ക് 9.25 കിട്ടിയേക്കുന്നത്, ഇവിടെ 9.25 കിട്ടിയേക്കുന്നത്. ആ 9.25 രണ്ട് പോയിന്റുകളും ഇതിങ്ങനെ കറക്റ്റായിട്ട് വരും. രണ്ട് സൈഡിലും കറക്റ്റായിട്ട് ഇതിങ്ങനെ വരാൻ പാകത്തിന് വച്ചതിന് ശേഷം നമ്മളിങ്ങനെ അതിന് ശേഷം നമ്മളിവിടെ നമുക്കിവിടെയാണ് മാർക്കിങ് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ മാർക്ക് ചെയ്യും. അതിനുശേഷം ഇവിടെ താഴത്തെ എവിടെയാണോ നമുക്ക് 7.25 കിട്ടിയ ഇതിൻ്റെ ബാക്കിലും 4 സൈഡിലും ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ആയിട്ടാണ് 7.25 കിട്ടുന്നത്. ഇവിടെ ഇത് രണ്ടും കൂടി കറക്റ്റാക്കി വെച്ചതിന് ശേഷം അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡും നമ്മളങ്ങനെ അടിച്ച് കറക്റ്റായിട്ട് പിടിപ്പിച്ചിട്ട് വരാം. ഒരുപാട് ലെങ്തി ആയി പോയിട്ടുണ്ട് വീഡിയോ, കാരണം ഇത് നമ്മൾ അത്രയും ഡീറ്റെയിൽ ആയിട്ടാണ് പറഞ്ഞു തന്നത്. അതുകൊണ്ടാണ്. നിങ്ങൾക്ക് മനസ്സിലാവാത്തുണ്ടെങ്കിൽ ചോദിച്ചോളൂ. സൗണ്ട് കുറവെന്നുള്ള പ്രോബ്ലം ഉണ്ടെങ്കിൽ നമ്മൾക്കത് ക്ലിയർ ആക്കാൻ അടുത്ത ആഴ്ച. ഇങ്ങനെ അടിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങളുടെ കൈയുടെ അടുപ്പുകൾ തമ്മിൽ ജോയിൻറ്റുകൾ തമ്മിൽ കറക്റ്റായിട്ടിരിക്കും. നമ്മൾ ആ 4 സൈഡിലും മാർക്ക് ചെയ്ത് അടിക്കുമ്പോൾ നമ്മളങ്ങനെ ചേർത്ത് വെച്ച് അടിക്കുന്നത്. അപ്പോൾ അങ്ങനെ വലിയ വ്യത്യാസങ്ങളില്ലാതെ കൈയുടെ ജോയിൻറ്റ് കറക്റ്റായിട്ട് വന്ന് ഉണ്ടാകും. കറക്റ്റായിട്ട് വന്ന് അടിച്ചു പോയിരിക്കുന്നത്. അങ്ങനെയാണ് കറക്റ്റായിട്ടുള്ള അടിപ്പ്. അതായത് നമ്മൾ ഫ്രണ്ട് വശം 2 ഭാഗത്തും ചെസ്റ്റ് അടയാളപ്പെടുത്തുന്ന പോലെ തന്നെ ബാക്ക് സൈഡിലും 2 ഭാഗത്തും അടയാളപ്പെടുത്തണം. ആ ചെസ്റ്റുകളുടെ അടയാളങ്ങൾ തമ്മിൽ നമ്മൾ ഒരുമിച്ച് പിടിച്ചതിന് ശേഷം വേണം 2 വശം അടിച്ച് കഴിയുമ്പോൾ അതിങ്ങനെ കൂട്ടി 2 സൈഡ് ഒരുമിച്ചാവുന്ന രീതിയിൽ അടിക്കണം. അതുമാതിരി തന്നെ തയ്യൽത്തുമ്പ് മുകളിലോട്ട് വരാൻ പാകത്തിന് നല്ല ഫിനിഷിംഗ് ആയിട്ട് തന്നെ അടിക്കണം. പിന്നെ നമ്മൾ അടിച്ചതിന് ശേഷം ഒരു 4 ഇഞ്ച് വ്യത്യാസത്തിൽ നമ്മളൊരു 3-4 അടിച്ച് കൊടുക്കണം. എന്തെങ്കിലും വണ്ണം കൂടുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അഴിച്ചിടാനായിട്ടാണ്. ലോക്ക് ചെയ്യാൻ മറക്കരുത്. അടിവശത്തും കെട്ടിട്ട് വേണം അടിച്ച് തുടങ്ങുന്നത്. കെട്ടിട്ടിട്ട് വേണം. കട്ട് ചെയ്ത് കളയാം. കട്ട് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായി നമ്മളിവിടെ ചെരിച്ച് വേണം അടിക്കാൻ. ഇങ്ങനെ ചെരിച്ചടിക്കുമ്പോഴാണ് അത് ഫിനിഷിംഗ് ആയിട്ട് വരുള്ളൂ. ഈ ബാലൻസ് ഉള്ളത് നമുക്ക് കട്ട് ചെയ്ത് കളയാം. പക്ഷേ എൻ്റെ നമ്മളിവിടെ ഇത് അടിച്ചു പോകുമ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് പോകുന്ന ലോക്ക് മെഷീനാണ്. അതുകൊണ്ട് ലോക്ക് ചെയ്യുമ്പോൾ ഇതെല്ലാം പോയി ഫിനിഷിംഗ് ആവും. അതുപോലെ തന്നെ 2 സൈഡും നന്നായിട്ട് അടിക്കുക. അപ്പോൾ നമ്മളങ്ങനെ ബ്ലൗസ് മൊത്തം തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഹെം ചെയ്യാനൊക്കെ ഉണ്ട്. ഹെമ്മ് ചെയ്യുന്നത് ഹുക്ക് തയ്ക്കുന്ന കഴിഞ്ഞ വീഡിയോയിൽ
നമ്മൾ ഇട്ടിട്ടുള്ളതാണ്. ഞാൻ അപ്പോൾ ഹെമ്മൊക്കെ ചെയ്ത് വരുമ്പോഴത്തേക്ക് ഇത് വീഡിയോ ഒരുപാട് ലെങ്തായിട്ട് വരും. അപ്പോൾ നമ്മൾ ഈ അടിഭാഗവും ഹെമ്മ് ചെയ്യാനുണ്ട്, കൈയുടെ ഇവിടെയുണ്ട്, കഴുത്തിൻ്റെ നമ്മൾ ഈ അടിച്ചു വെച്ചാണത് ഇങ്ങനെ മടക്കി തുന്നിയെടുക്കാനുള്ളതാണ്. അപ്പം അത്രയും ചെയ്യാം. സമയം കണ്ട് 8:30 രാത്രി 8:30 കണ്ടായി തോന്നുന്നു. ഞാൻ രാവിലെ 8 മണിക്ക് കട തുറന്നതാണ്. അപ്പോൾ നമ്മുടെ വർക്കുകളൊക്കെ തീരണുള്ളൂ. സമയം ഏകദേശം എത്രയായി നോക്കട്ടെ, 8:06 8 മണിയായി രാത്രി. അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭരാത്രി നേരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.